നമസ്കാരം. ഓം 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 കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 37 ആരംഭിക്കുന്നു. ഇപ്പോൾ രാവണൻ മാരീചനെ ചെന്ന് കണ്ട സീതയെ അപഹരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മാരീചൻ്റെ ഗുണഗണങ്ങൾ ആവും വിധം രാവണൻ വർണ്ണിക്കുന്നു. അത് കേട്ടിട്ട് രാമഭക്തനായ ദൈവത്തിൽ വളരെയധികം വിശ്വാസവും ഭക്തിയുമുള്ള മാരീചൻ സ്തബ്ധനായി നിന്നുപോയി. രാമനെ തനിക്ക് നേരിടാനാവുകയില്ലെന്നും തന്നെക്കൊണ്ടത് സാധിക്കുകയില്ലെന്നും മാരീചന് നന്നായി അറിയാം. രാമൻ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ മാരീചൻ രാവണനോട് അദ്ദേഹത്തിന് പ്രിയമല്ലാത്ത ചില വാക്കുകൾ പറയാൻ ഇടയായി. രാമൻ്റെ പരാക്രമം ശരിക്ക് അറിയാമല്ലോ മാരീചന്. അതുകൊണ്ട് എങ്ങനെയാണ് രാവണനോട് സംസാരിക്കേണ്ടതെന്ന് മാരീചന് സന്ദേഹമുണ്ടായി. 37 സർഗഃ 37 സർഗം. ശ്ലോകം 1. തച്ഛ്രുത്വാ രാക്ഷസേന്ദ്രസ്യ വാക്യം വാക്യവിശാരദഃ പ്രത്യുവാച മഹാതേജ മാരീചോ രാക്ഷസേശ്വരം. രാക്ഷസേന്ദ്രൻ്റെ ആ വാക്ക് കേട്ട് വാക്യവിശാരദനും മഹാ തേജസ്വിയായ മാരീചൻ രാക്ഷസേശ്വരനോട് പറഞ്ഞു. ശ്ലോകം 2. സുലഭാ പുരുഷാരാജൻ സതതം പ്രിയവാദിനഃ അപ്രിയസ്യ ച പഥ്യസ്യ ഭക്താ ശ്രോതാ ച ദുർലഭഃ. രാജാവേ, പ്രിയം പറയുന്ന ആളുകൾ സുലഭമാണ്, എന്നാൽ പഥ്യവും അപ്രിയവുമായത് പറയുന്നവർ വളരെ ചുരുക്കമാണ്. ശ്ലോകം 3. ന നൂനം ബുദ്ധ്യസേ രാമം മഹാവീര്യഗുണോന്നതം അയുക്ത ചാരച്ഛബലോ മഹേന്ദ്ര വരുണോപമം. ശ്ലോകം 3ൻ്റെ അർത്ഥം: തീർച്ചയായും മഹാവീര്യനും ഗുണോന്നതനും മഹേന്ദ്രനും വരുണന് തുല്യവാനായവനുമായ രാമനെ നല്ല ചാരന്മാരെ നിയോഗിച്ചിട്ടില്ലാത്തവനും ചപലനുമായ ഭവാൻ ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ശ്ലോകം 4. അഭി സ്വസ്തി ഭവേത്താത സർവേഷാം അഭിരക്ഷസാം അഭി രാമോന സംക്രുദ്ധ കുര്യാല്യോഗാന രാക്ഷസാൻ. രാമൻ ക്രുദ്ധനായാൽ രാക്ഷസന്മാരുടെ സ്വസ്ഥത അതോടെ തീർന്നില്ലേ? ലോകത്തെ അദ്ദേഹം അരാക്ഷസം ആക്കില്ലേ? ശ്ലോകം 5. അഭിതേ ജീവിതാന്തായ നോത്പന്നാ ജനകാത്മജ അഭി സീതാനിമിത്തം ച ന ഭവേത് വ്യസനം ഭവേത്. ഭവാന്റെ ജീവിതനാശത്തിനു വേണ്ടി പിറന്നവനല്ലേ ആ ജനകാത്മജ, പിറന്നവളല്ലേ ആ ജനകാത്മജ. സീതാനിമിത്തമായിട്ടല്ലേ ഭവാന് വലിയ ആപത്തുണ്ടാകുവാൻ പോകുന്നത്. ശ്ലോകം 6, 7. അഭിത്വാം ഈശ്വരം പ്രാപ്യ കാമവൃത്തം നിരങ്കുശം ന വിന്യശേത് പുരീലങ്ക ത്വയാ സഹ സരാക്ഷസാം. ത്വദ്വിധ കാമവൃത്തോ ഹി ദുശീലപാപമന്ത്രിതഃ ആത്മാനം സ്വജനം രാഷ്ട്രം സരാജാ ഹന്തി ദുർമതിഃ.
കാമവൃത്തനും നിരങ്കുശനുമായ ഭവാനെ രാജ്യനാഥനായി വരിച്ചിട്ട് ലങ്കാപുരി സമസ്ത രാക്ഷസരോടും ഭവാനോടും കൂടി മുടിയാൻ പോകുകയല്ലേ? ദുർമതിയായ രാജാവ് തന്നെയും സ്വന്തം ജനത്തെയും നശിപ്പിക്കുകയല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു.